പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരവേദർശിച്ചി. പെന്തക്കോസ് ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച ചരിത്ര പുരുഷൻ, വേദവിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകിയ വേദ അധ്യാപകൻ, IPCയുടെ ആദ്യ വിദേശ മിഷണറി, നിരവധി വിശേഷണങ്ങൾ നിറഞ്ഞ ജീവിതമായിരുന്നു പാസ്റ്റർ എമ്മി വർഗീസിൻ്റേത്. എനിക്ക് ഏറ്റവും മകൻ പറഞ്ഞതുപോലെ വിയപുരം വായ്പാട് സഭ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം കുടുംബമാണ്. ഇവിടുത്തെ ഓരോ വ്യക്തികളും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സ്വന്തം വീട്ടിലെ കുഞ്ഞുങ്ങളെ കാണുന്ന പോലാണ്. കുഞ്ഞുങ്ങൾക്കും അങ്ങനെ തന്നെ ആദരവാണ്. ഓരോ കുടുംബവും അങ്ങനെ തന്നെ. വിയപുരത്തും മാതരമ്പള്ളിലും വായ്പാട്ടും പരിസരങ്ങളിലുമുള്ള എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. പലയിടത്ത് താമസിക്കുന്നതന്നെ ഉള്ളൂ. ആത്മീയ അന്തരീക്ഷത്തിൽ ഞാൻ പറയുകയാണ്, ഒരു കുടുംബമാണ് വിയപുരം വായ്പാട് സഭ എന്ന് പറയുന്നത്. ആലപ്പുഴ ജില്ലയിൽ വിയപുരം മെക്കാട്ട് കുടുംബത്തിൽ ജനനം. 1947 പാസ്റ്റർ TG ഉമ്മൻ്റെ വചന ശുശ്രൂഷയിൽ തൻ്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ചു. കുമ്പനാട്ട് നിന്ന് ദൈവവചനം അഭ്യസിച്ചതിന് ശേഷം 1954 നിരണം സഭയുടെ ശുശ്രൂഷകനായി ചുമതലയേറ്റു. 1955 IPCയുടെ ആദ്യ മിഷണറിയായി സിംഗപ്പൂരിലേക്ക് ശുശ്രൂഷ കേന്ദ്രീകരിച്ചു. പിൽക്കാലത്ത് തിരുവല്ല, റാന്നി വെസ്റ്റ്, ആലപ്പുഴ എന്നീ സെന്ററുകൾക്ക് നേതൃത്വം നൽകി. IPCയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്, IPCയുടെ സ്റ്റേറ്റ് കൗൺസിൽ അംഗം, 2 തവണ മിഷൻ ബോർഡിന്റെ ചെയർമാൻ, പ്രഭാഷകൻ, വേദാധ്യാപകൻ, സഭാ ശുശ്രൂഷകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒരുപോലെ സ്വീകരിച്ച് ദൈവമേൽപ്പിച്ച വേല വിശ്വസ്തയോടെ പൂർത്തീകരിച്ച് പ്രവർത്തനത്തിന്റെ അനുഭവങ്ങൾ പുതുതലമുറകൾക്ക് പകർന്നുകൊടുത്ത നൂറ്റാണ്ടിന്റെ അപ്പോസ്തലനായ പാസ്റ്റർ എമ്മി വർഗീസ് അപ്പച്ചന് സ്നേഹം നിറഞ്ഞ യാത്രാമൊഴി ചൊല്ലുന്നു. എന്റെ പുറമെല്ലാം അവരൊഴുതു, എന്റെ മുഖത്തവരെ തുപ്പി, കൗൾത്തടങ്ങളിൽ നിന്ന് രോമങ്ങൾ പറിച്ചെടുത്തു. നിങ്ങളാ ഇരിപ്പിൽ ഇരുന്ന് നോക്കുക, ഒരു മുടിയെ പിടിച്ചൊന്ന് വലിച്ചു നോക്ക്, വേദനയുണ്ടോന്നറിയാം. താടിയുള്ളവരും ഉണ്ടല്ലോ, ഒന്ന് പിടിച്ചു നോക്കിക്കേ. കൗൾത്തടങ്ങളിൽ നിന്ന് രോമങ്ങൾ പറിച്ചെടുക്കുമ്പോൾ അവന്റെ സൗന്ദര്യം, തേജസ്സെല്ലാം വിരൂപമായി മാറി. പാപനിമിത്തം രൂപഗുണമില്ലാതിരുന്ന നമ്മെ തേജോപൂർണരാക്കുവാൻ അവൻ വിരൂപിയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്.